ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റോളാണ്. ഇത് ഗോതമ്പ് മാവിലാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഈ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് എങ്ങനെയാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, ഒരു വലിയ തക്കാളി ആണെങ്കിൽ അര തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. ഇവിടെ കുറച്ച് ചിക്കൻ, അത് ബോൺലെസ് ചിക്കനാണ്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഫില്ലിങ് ചപ്പാത്തി മാവിനകത്താണ് റോൾ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി മാവ്, സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കൂടി ഇടാം. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, എങ്കിലും നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഉള്ളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ പൂരിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി വലുപ്പമുള്ളൊരു ബോളാണ്. അത് ഞാൻ ഈ ഒരു പരുവത്തിന് പരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് നേർത്ത ചപ്പാത്തി ആകരുത് കേട്ടോ, എങ്കിൽ ഫില്ലിംഗ് ഒക്കെ വയ്ക്കുമ്പോഴത്തേനും നമുക്കത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ കനത്തിൽ തന്നെ ചപ്പാത്തി മാവ് പരത്തിയെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ഗരം മസാലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും മസാല വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നല്ലതായിട്ട് എല്ലായിടത്തും മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് തോത്തിയെടുക്കാം. അപ്പോൾ തോത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചൂടോടെ തന്നെ നമുക്ക് ഫില്ല് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം.
ഒരു വലിയ ടേബിൾ സ്പൂൺ വെച്ചാൽ മതി. ഒരുപാട് വെച്ചാലും പൊട്ടിപ്പോവും. ഇത് നമുക്ക് എങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് അകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടിട്ട് വേണമെങ്കിൽ സീൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല 3 സൈഡും ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇത് എണ്ണയിലിടുമ്പോഴത്തേനും അതിനകത്തുള്ള ഫില്ലിംഗ് ഒക്കെ പൊട്ടി വെളി വന്നു കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഒരുപാട് അകത്ത് കയറും, കരിഞ്ഞും പോവും. അപ്പോൾ അത് കറക്റ്റായിട്ട് 3 സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചപ്പാത്തിയിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും ഒരു മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നു. ആ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി റോള് ആദ്യം മുട്ടയിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പം സൂക്ഷിച്ച് പതുക്കെ വേണം ആ മുട്ടയ്ക്കകത്തോട്ടിടാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് മുങ്ങിക്കിടക്കണ്ട, ഒരു സൈഡ് നന്നായിട്ട് വേവുന്ന രീതിയിലുള്ള എണ്ണ മതിയാകും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.